സ്വർഗീയനാദം ശ്രവിക്കുവാൻ കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പുലർകാല വന്ദനം. ഈ ദിവസം താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിങ്ങി നിറഞ്ഞ സദസ്സ്, പ്രസംഗം കേൾക്കാൻ കാതുകൂർപ്പിച്ചിരിക്കുന്ന മുഖങ്ങൾ, പ്രസംഗകന്റെ ആവേശം ഇരട്ടിച്ചു. പെട്ടെന്നാണ് മുൻനിരയിലിരിക്കുന്ന ആ മനുഷ്യനെ അയാൾ ശ്രദ്ധിച്ചത്. എല്ലാവരും ആകാംക്ഷയോടെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ ആ മനുഷ്യൻ മാത്രം ഇടയ്ക്കിടെ ഉറക്കം തൂങ്ങി തല കുമ്പിട്ടുകൊണ്ടിരിക്കുന്നു. എന്തൊരു ശല്യമാണിത്! ആ പ്രസംഗകൻ മനസ്സിലോർത്തു. മൂട് കളയാൻ മുമ്പിൽ തന്നെ വന്നിരിക്കുന്നു. പ്രസംഗത്തിനിടയിൽ അയാൾ ഉള്ളിൽ പിറുപിറുത്തു. എങ്കിലും അയാളുടെ ഭാര്യ വളരെ താല്പര്യത്തോടെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും പിറ്റേ ദിവസത്തെ മീറ്റിംഗിൽ രണ്ടുപേരെയും കണ്ടില്ല. ആശ്വാസം, പ്രസംഗകൻ മനസ്സിലോർത്തു. മൂന്നാം ദിവസത്തെ മീറ്റിംഗിൽ ഭാര്യ മാത്രമേ എത്തിയുള്ളൂ. പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഭാര്യ പ്രസംഗകൻ്റെ അരികിലെത്തി. ഉറക്കം തൂങ്ങിയായ ഭർത്താവിനെ അന്ന് ഒഴിവാക്കി വന്നതിൽ മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രസംഗകൻ ചോദിച്ചു, ഇന്നെന്താ ഭർത്താവ് വരാത്തത്? ആ സ്ത്രീ വളരെ സങ്കടത്തോടെ പറഞ്ഞു, അദ്ദേഹം ഇന്നലെ മരിച്ചുപോയി. അവൾ തുടർന്നു, വർഷങ്ങളായി അദ്ദേഹം കഠിനമായ ഒരു രോഗത്തിന് അടിമയായിരുന്നു. ശക്തിയേറിയ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് 2 മിനിറ്റ് പോലും ഉണർന്നിരിക്കാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും റേഡിയോയിലും TV-യിലുമൊക്കെ അങ്ങയുടെ പ്രസംഗം പതിവായി കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹം അങ്ങയെ ഒന്ന് നേരിൽ കാണാനുള്ള ആശ കൊണ്ടാണ് വളരെ കഷ്ടപ്പെട്ട് അന്ന് വന്നത്. അവളുടെ ആ വാക്കുകൾ ആ പ്രസംഗകന്റെ മുഖത്തേറ്റ അടിപൊളിയായിരുന്നു. തൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നവരിൽ ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന ഒരാളെ താൻ എത്രമാത്രം തെറ്റിദ്ധരിച്ചു പോയി എന്നോർത്തപ്പോൾ ആ പ്രസംഗകന്റെ ഉള്ളു നേറി. അദ്ദേഹം തൻ്റെ അറിവുകേടിൽ തന്നെത്താൻ കുറ്റപ്പെടുത്തി ദൈവത്തോട് ക്ഷമാപണം നടത്തി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരം തെറ്റുകൾ സംഭവിക്കാറില്ലേ? മറ്റൊരാളുടെ അവസ്ഥയെ തെറ്റിദ്ധരിച്ച് പ്രതികരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു പോയിട്ടില്ലേ? അവരുടെ അവസ്ഥയോ അവർ നേരിടുന്ന പ്രശ്നങ്ങളോ അറിയാതെ അവരെ തെറ്റായി വിധിച്ചു പോയിട്ടില്ലേ? എന്നാൽ അവരെ ഒന്നറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അവരിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്രയോ തെറ്റിദ്ധാരണകൾ മാറിയേനെ. ജീവിതത്തിൽ എത്രയോ നല്ല അനുഭവങ്ങൾ ലഭിച്ചേനെയല്ലേ? അതുകൊണ്ട് കർത്താവ് നമുക്കുള്ള ഒരു മുന്നറിയിപ്പായി പറഞ്ഞിരിക്കുന്നത് നോക്കുക. കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 7:24. കാഴ്ചപ്രകാരമുള്ള വിധി നമ്മെ ചതിക്കും. നമ്മുടെ കർത്താവിനെ തന്നെ യഹൂദ പ്രമാണികൾക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നത് അവർ കാഴ്ചപ്രകാരം വിധിച്ചതുകൊണ്ടാണ്. അത് അവരുടെ രക്ഷയെ തന്നെ അസാധ്യമാക്കി കളഞ്ഞു. നീതിയുള്ള വിധി വിധിക്കണമെങ്കിൽ നീതിമാനായ കർത്താവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കണം. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, സൗമ്യതയും താഴ്മയുമുള്ളവനായ നമ്മുടെ കർത്താവിൻ്റെ കണ്ണിലൂടെ ഈ പകലിൽ നമുക്ക് ചുറ്റുമുള്ളവരെ കാണാൻ ശ്രമിക്കാം. അങ്ങനെ അവരെ അറിയാൻ ശ്രമിക്കാം. തെറ്റായ ധാരണകളെ നമുക്ക് തിരുത്താം. അതിനായി കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. തേനിലും മാധുര്യമേറിയ തിരുവചനം ഓരോ ദിനവും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.